ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ജനിച്ചൊരുത്തനായതുകൊണ്ടാണ്. നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ആക്സിഡൻറ്റിലൂടെയോ അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ നീ തോറ്റു കൊടുക്കല്ല മോനെ. നിന്റെ വില എന്തെന്ന് ഓൾ അറിയണം. നീ ഇപ്പൊ ഏത് ലെവലിലുള്ളത്? ഇതിൽ ഈ പന്ന പൊലാടി മോനെ ചിരിക്കാൻ ശേഷം ഒരു കുഞ്ഞിനെ വരവേക്കാനായിട്ട് അവർ രണ്ടാളും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ചിലർക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും. കാര്യങ്ങൾക്ക് ഒരുപക്ഷെ നമുക്കായിരിക്കില്ല ശിക്ഷ കിട്ടുന്നത്, നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ വരും തലമുറയ്ക്ക് ആയിരിക്കും. നമ്മളത് കണ്ണടക്കുന്നവരെ ജീവിതകാലം മുഴുവൻ കാണേണ്ടി വരും. അബൂബക്കർ റാഷിദ് എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ആ കമന്റ് ബോക്സ് എല്ലാം തന്നെ ഓഫ് ആക്കി വെക്കാൻ. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ വളർത്തി നന്നാക്കേണ്ടത് ആരാ? അവൻ്റെ അമ്മയല്ലേ. അപ്പോൾ അവൻ്റെ അമ്മക്കൊരു മെസ്സേജ് പോലെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു അമ്മയാണോ, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു എന്താ സംഭവം എന്ന്. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ കരുതിയത് എല്ലാവർക്കും ഈ സംഭവത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. കാരണം അഭിലാഷ് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതിയത്. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ് വന്നു, എന്താ സംഭവം എന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ, എന്താ സംഭവം ചേച്ചി, ഒരിക്കൽ കൂടി വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ പേർക്ക് സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന്. ആക്ച്വലി ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ സംഭവം എല്ലാവർക്കും അറിയാലോ. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നെ ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒരിക്കൽ കൂടി ആ വീഡിയോ ചെയ്യാമെന്ന്. സംഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം അഭിലാഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരെ കളിയാക്കിക്കൊണ്ട് ഒരുത്തൻ ചെയ്യുന്നൊരു വീഡിയോ. അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് ഭയങ്കര രോക്ഷാകുലതനായിട്ടാണ് കേട്ടോ അഭിലാഷ് വന്നത്. ആ വീഡിയോയിൽ അവനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരുത്തനെ നമ്മുടെ വീഡിയോയിൽ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറയാതിരുന്നത്. എന്തായാലും എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ വളരെ ചുരുക്കി പറയാം. അഭിലാഷിനെ എല്ലാവർക്കും അറിയാലോ. റീൽസുകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇരു കൈകളോടെ അഭിലാഷിനെ സ്വീകരിക്കുകയും ചെയ്തു. ടിക്ടോക്കിലാണെന്ന് തോന്നുന്നു ആൾ ആദ്യം വന്നത്. ടിക്ടോക്കിൽ തുടങ്ങിയ അഭിലാഷിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റം ബിഗ് ബോസ് വരെ എത്തി. കഴിവുകൊണ്ടാണെങ്കിൽ അഭിനയിക്കാൻ അറിയാം, നന്നായിട്ട് ഡാൻസ് ചെയ്യും. രക്ഷയില്ലാത്ത ഡാൻസാണ്. അഭിനയിക്കും, അറിയാലോ, കുറേ സീരിയലും കാര്യങ്ങളിലൊക്കെ ആളുണ്ട്. പിന്നെ നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കും. ഇതൊക്കെയാണ് ആളിൻ്റെ കഴിവുകൾ. ശ്രീകുട്ടി എന്ന് പറയുന്ന സീരിയൽ നടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ വരവേക്കാനായിട്ട് അവർ രണ്ടാളും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്താണ് വളരെ രോക്ഷാകുലതനായിട്ട് അഭിലാഷിന്റെ ഒരു വീഡിയോ കണ്ടത്. ഭിന്നശേഷിക്കാരെ കളിയാക്കിക്കൊണ്ട് ഒരുത്തൻ ചെയ്തൊരു റീലല്ല കേട്ടോ അവൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് റീൽസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് വിഷമിച്ച് ഒരുപാട് പേര് അഭിലാഷിന് ആ വീഡിയോ അയച്ചു കൊടുത്തു. ചേട്ടാ ഇത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിന് അവനുള്ളൊരു മറുപടി ആയിട്ടാണ് അഭിലാഷ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മളുടെ അഭിപ്രായമാണ് നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. റഷീദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഭിന്നശേഷിക്കാരെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. അവന് 2 കൈയും കാലും ഉള്ളതിൻ്റെ ഒരു അഹങ്കാരം അവൻ തീർത്തതായിരിക്കാം. പക്ഷേ ഇതൊക്കെ ജന്മന എന്തെങ്കിലുമൊക്കെ ഒരു ഭിന്നശേഷി കുറവുള്ള വ്യക്തികൾ ഇത് കാണുമ്പോൾ, ഇപ്പോൾ കയ്യോ കാലോ കണ്ണല്ല ചെവിയോ ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും എന്നറിയോ? ഇവൻ്റെ കൂടെ നിന്നിരിക്കുന്നതോ അവൻ്റെ അമ്മയായിരിക്കണം ചിലപ്പോൾ അതുള്ളത്. ആ സ്ത്രീയാണ് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. അപ്പോൾ അഭിലാഷ് പറഞ്ഞിരിക്കുന്നത് അവനോടല്ല. കാരണം അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ വളർത്തി നന്നാക്കേണ്ടത് ആരാ? അവൻ്റെ അമ്മയല്ലേ. അപ്പോൾ അവൻ്റെ അമ്മക്കൊരു മെസ്സേജ് പോലെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു അമ്മയാണോ, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അഭിലാഷിന് ഇതേപോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അഭിലാഷ് ബിഗ് ബോസ് വീട്ടിൽ പോയ സമയത്ത് അമൃത ചെയ്തൊരു വീഡിയോ ഉണ്ട്. എന്തിനാണ് ഈ ഭിന്നശേഷിക്കാരെയൊക്കെ എന്തിനാണ് ഇതിനകത്തേക്ക് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമൃത ചെയ്തൊരു വീഡിയോ അഭിലാഷിൻ്റെ ഒരു സുഹൃത്ത്, കൈയില്ലാത്തൊരു സുഹൃത്ത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിലാഷ് റിയാക്ട് ചെയ്ത് വന്നപ്പോൾ അതിനൊരുപാട് നെഗറ്റീവ് കമൻസുകളാണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാവരും പറയുന്നത് ആ വീഡിയോസിനെ ആ സെൻസിൽ കണ്ടാൽ പോരെയെന്ന്. എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. ചിലർക്കത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും. ഭിന്നശേഷിക്കാരെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം തന്നെ അഭിലാഷിന് ഇവർ അയച്ചു കൊടുക്കുകയാണ്. ഈ പറയുന്ന വ്യക്തി അബൂബക്കർ റാഷിദ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ട് സങ്കടം കൊണ്ട് കുറച്ച് പേര് അഭിലാഷിന് അയച്ചു കൊടുത്തിരിക്കുന്ന വീഡിയോ അതിന് റിയാക്ട് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവർ ഈ അബൂബക്കർ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അബൂബക്കർ റാഷിദ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, എല്ലാ ഭിന്നശേഷിക്കാരെയും കളിയാക്കിക്കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ആൾക്ക് വേണ്ടത്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ എല്ലാവർക്കും വേണ്ടത്. പക്ഷേ ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ
കുറവുകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള റീച്ച് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അത്തരത്തിലുണ്ടാക്കുന്ന ഒരുത്തനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അഭിലാഷ് വന്നിരിക്കുന്നത്. റാഷിദിന്റെ വീഡിയോ കണ്ട് സങ്കടം സഹിക്കാനാവാതെ ഒരുപാട് പേര്, ഇങ്ങനെ കൈക്കോ കാലിനൊക്കെ പ്രശ്നമുള്ള ഒരുപാട് പേര് അഭിലാഷിന് വീഡിയോസ് അയച്ചു കൊടുത്തു, മെസ്സേജ് അയച്ചു കൊടുത്തു, അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്തു. വീഡിയോ കണ്ടപ്പോൾ സത്യം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരാൾക്കും ഒരു ദ്രോഹവും വരരുത്. വിശേഷിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അമ്മമാര് അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ, അവരെ മനസ്സിലാക്കുന്നവർ ഒരിക്കലും ഒരു ക്രൂരമായ മനസ്സുള്ളവരല്ല. പക്ഷേ ഞാൻ അത്രയും കടുത്ത ആ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം, ടൈപ്പ് ചെയ്ത് അയച്ചതിന് ശേഷമാണ് ലാസ്റ്റ് ഞാൻ അയ്യോ വേണ്ടായിരുന്നു. കാരണം അത് എൻ്റെ ഫീലിങ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള വികലാംഗ അല്ലെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കളിയാക്കുന്നവർക്ക് അറിയത്തില്ല അത് കേൾക്കുന്നത് അല്ലെങ്കിൽ അത് കാണുന്ന ഒരു വ്യക്തിയുടെ അല്ലെ ആ ഒരു പറയുന്ന ഒരു വാക്കുകളോ ഒക്കെ ഇത് അതിന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയും സങ്കടവും മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവണമെങ്കിൽ അവർക്കൊരു എന്താ പറയുക, കുഞ്ഞുങ്ങൾ ഈ കളിയാക്കൽ ചെയ്യുന്നത് ദൈവം എന്ന് പറയുന്ന ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എത്ര പേരുടെ മനസ്സ്. ഇതാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി അഭിലാഷിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നാ കരുതിയത്. പക്ഷെ കാണാത്ത ഒരുപാട് പേരുണ്ട്, മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം തികഞ്ഞവരായിട്ട് നിൽക്കുന്നവരായിട്ട് ആരുമില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ അത് മനസ്സിലായ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ, ഞാനൊരു ഹാൻഡിക്യാപ്റ്റഡ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ആൾക്ക് വയ്യ, കാലിന് വയ്യ, പക്ഷെ ആളുടെ വാപ്പ പള്ളിയിൽ പോകുമ്പോൾ പണ്ട് ഇതേപോലെ വയ്യാത്ത ഒരാൾ എപ്പോഴും കളിയാക്കുമായിരുന്നു എന്ന്. കളിയാക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാകും അത് മനസ്സിലാക്കാതെ എൻ്റെ ഫാദർ ആ ആളെ കളിയാക്കുമായിരുന്നു. അവസാനം വാപ്പക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, അതാണ് ഈ വ്യക്തിക്ക് കാലില്ല. ജീവിതകാലം മുഴുവനും എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പക്ക് പടച്ചോൻ കൊടുത്തൊരു ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ നമുക്കായിരിക്കില്ല ശിക്ഷ കിട്ടുന്നത്, നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ വരും തലമുറയ്ക്കായിരിക്കും. നമ്മളത് കണ്ണടയ്ക്കുന്നവരെ ജീവിതകാലം മുഴുവൻ കാണേണ്ടി വരും. പണ്ടൊക്കെ ഇതുപോലെ വൈകല്യങ്ങളുള്ള ഭിന്നശേഷിക്കാരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള റൈറ്റ്സ് ഇപ്പോൾ നിലവിലുള്ളതുകൊണ്ട് തന്നെ ഇപ്പം അത്തരത്തിലുള്ള സിനിമകളും കാര്യങ്ങളൊന്നും ഇറക്കുന്നില്ല. ഇവൻ്റെ പേരിലും കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള അധികാരം ഉണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് ആരും ഇറങ്ങുന്നില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാം. അബൂബക്കർ റാഷിദ് എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ആ കമന്റ് ബോക്സ് എല്ലാം തന്നെ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അത്രമാത്രം പൊങ്കാലയാണ് അവൻ ആ കമന്റ് ബോക്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ തന്നെയാണ് അവന് ആഗ്രഹം, പക്ഷേ ഇത് അവന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായി അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇത്രയുള്ള ഒരു വീഡിയോ ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെൽത്ത് പരമായിട്ട് ഒട്ടും ഓക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പലർക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് കരുതിയിട്ടുള്ള ഒരു എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും